ഈശോയിൽ എത്രയും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ സഭയെന്ന് അനുസ്മരിക്കുന്ന വിശുദ്ധൻ വിശുദ്ധ റെയ്മണ്ട് ആണ്. 1204 ജനിച്ച് 1240 മരിച്ച ഒരു വിശുദ്ധൻ. കേവലം 36 വർഷക്കാലമേ ഈ ഭൂമിയിൽ ജീവിച്ചുള്ളൂ എങ്കിലും 36,000 വർഷങ്ങൾക്ക് വേണ്ടുന്നതിനപ്പുറം ഈ ലോകത്തിൽ തൻ്റെ 36 വർഷം കൊണ്ട് സ്വരുക്കൂട്ടിയ ഒരു വിശുദ്ധനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക. ഈ വിശുദ്ധൻ നല്ല പാരമ്പര്യ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. പക്ഷേ സാമ്പത്തികമായി വലിയ ഉന്നതിയിലായിരുന്നില്ല അവര്. ബാല്യത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ഒരു നല്ല സ്വഭാവം എന്ന് പറയുന്നത് കൃത്യനിഷ്ഠയാണ്. ഏത് കാര്യവും അതിന്റെ കൃത്യതയോടുകൂടി ചെയ്യുവാൻ അദ്ദേഹം എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. ചെറുപ്പം മുതലേ കുടുംബത്തിൽ നിന്ന് ലഭിച്ച പ്രാർത്ഥന ചൈതന്യം ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും ആ ചൈതന്യത്തെ നിലനിർത്തിയും വളർത്തിയും മുന്നോട്ടേക്ക് പോകുവാൻ ഈ വിശുദ്ധൻ എപ്പോഴും ശ്രദ്ധാലുവായിരുന്നു. മുൻപോട്ടേക്കുള്ള യാത്രയില് പാവങ്ങളുടെ രക്ഷകരായി മാറുവാൻ ഇറങ്ങിത്തിരിച്ച ഒരു ആത്മീയ സമൂഹത്തോട് ചേർന്ന് നിൽക്കുക. നമ്മൾ അവരെ കുറിച്ച് കാണുക കാരുണ്യമാതാവിന്റെ സഭ എന്ന കാരുണ്യമാതാവിന്റെ സഭയിൽ ചേരുവാൻ ആ സഭയുടെ സ്ഥാപകനായ വിശുദ്ധ പീറ്റർ നെറോസ്കോ അദ്ദേഹത്തിന്റെ ആത്മീയ ശിക്ഷണത്തിലായിരുന്നു ഈ വിശുദ്ധന്റെ വളർച്ചയുടെ ഘട്ടം. അതിതീഷ്ണമതിയായിരുന്നു. ഒരു വിട്ടുവീഴ്ചയും ആധ്യാത്മികതര കാര്യത്തിൽ അദ്ദേഹത്തിനില്ലായിരുന്നു. 2 വെള്ളത്തിൽ കാലുവെക്കുന്ന സ്വഭാവമൊന്നും അദ്ദേഹത്തിനില്ല. സ്ട്രോങ് ആയി താൻ എടുത്തിരിക്കുന്ന നിലപാട്, തന്നിൽ വസിക്കുന്ന കർത്താവിനോട് ചേർന്ന് നിന്ന ആ നിലപാട് നടപ്പാക്കാൻ ഒരു മടിയുമില്ല. സത്യദൈവം അത് ക്രിസ്തു തന്നെയാണെന്ന് ആരുടെ മുന്നിലും പറയുവാൻ മടിക്കാത്തൊരു വ്യക്തിയായിരുന്നു. ഇവിടെ മറ്റാരെയെങ്കിലും നോക്കി, അവസരം നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പോൾ പൗലോസ്ലീഹ കൊറിന്ത്യസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, സ്നേഹത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് പറയുമ്പോൾ ഈ സ്നേഹം ദൈവിക സ്നേഹമാണെങ്കിൽ അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല. സൗകര്യം നോക്കി ഒരു വിട്ടുവീഴ്ച മനോഭാവം കാണിക്കുന്നതല്ല എന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. ഇവിടെ താൻ എടുത്ത നിലപാടിന് അത് കൃത്യനിഷ്ഠയുള്ളത് കൊണ്ടാണ് ആ നിലപാടിൽ നിന്നും ഒരണുവിട മാറുവാൻ തയ്യാറാകാത്ത ഇദ്ദേഹം തന്റെ ശുശ്രൂഷകളുമായി മുന്നേറുമ്പോൾ ഏത് വിജാതിയന്റെ മുൻപിലും താൻ വിശ്വസിക്കുന്ന ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ ഈ വിശുദ്ധന് ഒരു മടിയുമില്ല. എന്നാൽ അവിടുത്തെ ഗവർണർ ഇദ്ദേഹത്തിന്റെ ഈ പ്രവർത്തന ശൈലിയിൽ അസംതൃപ്തനായതുകൊണ്ട് കാരാഗൃഹത്തിൽ അടച്ചു. ഈ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ടും അവിടെയുണ്ടായിരുന്ന വിജാതിയനോട് ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ തുടങ്ങി. ഇതിൽ സഹികെട്ട ഗവർണർ ചെയ്തത് അദ്ദേഹത്തിന്റെ ചുണ്ടുകൾ തുളച്ച് അവിടെ താഴിട്ട് പൂട്ടി. ആഹാരം കഴിക്കേണ്ട സമയത്ത് മാത്രം അത് തുറക്കും, എന്നിട്ട് വീണ്ടും അത് പൂട്ടിയിടും, ക്രിസ്തുവിനെ പറയാതിരിക്കാൻ. ഓർക്കണേ, 36 വർഷക്കാലമേ ജീവിച്ചുള്ളെങ്കിലും തന്റെ ഓരോ സെക്കൻഡുകളും വരാൻ പോകുന്ന 100 കണക്കിന് വർഷങ്ങൾക്ക് വേണ്ടുന്നത് സ്വരുക്കൂട്ടുവാൻ ഇറങ്ങിത്തിരിച്ച ആ വിശുദ്ധനെ തീർച്ചയായും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് കൂട്ടിക്കൊണ്ടുവരണം. ആ വിശുദ്ധനോട് ചേരണം. ഇവിടെ കർത്താവ് ഇന്ന് സുവിശേഷത്തിൽ കത്തോലിക്ക സഭയിലെ സീറോ മലബാർ സഭയിൽ ഇന്ന് സുവിശേഷത്തിൽ വായിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായം 46 മുതൽ 56 വരെയാണ്. 46 മുതൽ 50 വരെ ഈ വചനത്തില് കർത്താവ് പറയുന്നൊരു വാക്കാ, ഒറ്റ പറച്ചിലേ ഉള്ളൂ. ആരാണ് എന്റെ അമ്മയും സഹോദരങ്ങളും? ശിഷ്യന്മാരെ കൈകൊണ്ടിച്ച് ഇവരാണ് എന്റെ അമ്മയും സഹോദരങ്ങളും എന്ന് പറഞ്ഞാൽ ദൈവത്തിനും ദൈവികതയ്ക്കും ദൈവരാജ്യത്തിനും വേണ്ടി എല്ലാം മാറ്റിവെക്കാനുള്ള ഒരു മനസ്സ്.
എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ കുടുംബജീവിതം നയിക്കുന്നവരാണ്, സമൂഹ ജീവിതം നയിക്കുന്നവരാണ്, സഭാജീവിതം നയിക്കുന്നവരാണ്. എല്ലാവരെയും ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയണമെന്നാണോ? അല്ല. പിന്നെയോ അവർക്ക് നമ്മളിൽ ഒരു വിധത്തിലുമുള്ള ഒരു സമ്മർദ്ദം കൊടുക്കാൻ നമ്മൾ അനുവദിക്കാതെയും അവരിൽ ഒരിക്കലും നമ്മൾ അടിമത്തത്തിൽ അടിമകളായി അകപ്പെടാതിരിക്കാനും നമ്മൾ സൂക്ഷിക്കണം. ഇതായിട്ട് അർത്ഥം. ഇത് നമ്മൾ പലപ്പോഴും അടിമകളാണ്. അയ്യോ, ഭാര്യ എന്നെ വിചാരിക്കും, ഭർത്താവ് എന്നെ വിചാരിക്കും, മക്കളെന്ന് വിചാരിക്കും, അവര് എന്നെ കുറിച്ചെന്ന് വിചാരിക്കും. ഇങ്ങനെ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി ഒരു പരിശ്രമം. ആ പരിശ്രമമാണ് ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ ഇടയിൽ നടക്കുന്നത്. ഇവിടെ ഈ വിശുദ്ധനെ സംബന്ധിച്ച്, വിശുദ്ധ റെയ്മണ്ടിനെ സംബന്ധിച്ച് ഒരു നോട്ടവും ഇല്ല. എന്റെ ഈശോ എന്നെ എങ്ങനെ കാണും? ഈ ഒരൊറ്റ ലക്ഷ്യമായിരുന്നു ഈ വിശുദ്ധന്റെ ജീവിതയാത്ര എന്ന് പറയുന്നത്. ഇവിടെ ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും എന്ന ചോദ്യത്തിന് കർത്താവ് ഉത്തരം കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നവരാരോ എന്ന് പറഞ്ഞാൽ അതിന്റെ പൂർണ്ണത പിതാവിന്റെ തിരുവിഷ്ടം ആര് നിറവേറ്റുവാൻ ഇറങ്ങിത്തിരിക്കുന്നുവോ അവരാണെന്ന് പറയുക എന്ന് പറയുമ്പോൾ സ്വന്തം ഇഷ്ടങ്ങളോട് വിട പറയുന്നവർ. ഒരിക്കലും നമ്മുടെ ശരീരത്തിലെ ഈ ഒരു അവയവവും ആ അവയവത്തിന് വേണ്ടിയല്ല, മറ്റവയവങ്ങൾക്ക് വേണ്ടി എന്നതുപോലെ തന്നെ മാമോദീസ വഴി ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവങ്ങളായ നമ്മൾ ഓരോരുത്തരും നമുക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി എത്രത്തോളം എന്നിലൂടെ ക്രിസ്തുവിനെ കൊടുക്കാം. ഇന്ന് എന്നിലൂടെ എന്നെ കൊടുക്കാൻ എല്ലാവരും നോക്കുക. എനിക്ക് പേര് വേണം, എനിക്ക് പ്രശസ്തി വേണം, അംഗീകാരം വേണം, മറ്റുള്ളവരുടെ മുൻപിൽ എനിക്ക് ഒരു നിലയും വിലയും ഒക്കെ വേണം. അങ്ങനെ വരുമ്പോൾ ഒരിക്കലും ക്രിസ്തുവിനെ അല്ല കൊടുക്കുക. അവിടെ കൊടുക്കുന്നത് അവരവരെയാണ്. ഈ അവരവർ പ്രൊജക്റ്റ് ചെയ്യപ്പെടും, ക്രിസ്തു തിരസ്കരിക്കപ്പെടുന്ന അവസ്ഥയാണ്. അതല്ല കർത്താവ് കൂടി ആഗ്രഹിക്കുന്നത്. ഈ വിശുദ്ധ റെയ്മണ്ട് ചെയ്തത് ഒരിക്കലും തന്നെ പ്രൊജക്റ്റ് ചെയ്യാൻ ഒരു പേരോ പെരുമയോ അതിലേക്കൊക്കെ സ്ഥാനമാനങ്ങൾക്കൊക്കെ പോയിരുന്നെങ്കിൽ അടിത്തൊഴിയൊന്നും കിട്ടത്തില്ല. ഈ ചുണ്ടുകള് പൂട്ടി താക്കോലുമായിട്ട് ഗവർണർ പോകത്തില്ല. അവിടെ ആഹാരം മേടിക്കുവാൻ വേണ്ടി പൂട്ടു തുറക്കുമ്പോൾ അപ്പോൾ ആദ്യം വരുന്നത് ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രബോധനമാണ്. അതായിരുന്നു തീഷ്ണത. തന്റെ ദൗത്യത്തിൽ അത്രയ്ക്കും ശ്രദ്ധാലുവായിരുന്നു. അവിടെ കർത്താവിന്റെ സുവിശേഷത്തിൽ, മത്തായിയുടെ സുവിശേഷത്തിൽ ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും എന്ന ഈ ചോദ്യത്തിന് പൗലോസ്ലീഹ വളരെ വ്യക്തമായ ഉത്തരം തരുന്നുണ്ട്. അതാണ് റോമക്കാർക്ക് എഴുതിയ ലേഖനം 15-ാമത്തെ അധ്യായം 14 മുതൽ 21 വരെയുള്ള തിരുവചനമാണ്. അവിടെ പൗലോസിന്റെ മാതൃകയെ കുറിച്ചാണ് പറയുക. സഹോദരങ്ങളെ, നിങ്ങൾ നന്മയാൽ പൂരിതരും, എല്ലാ അറിവും തികഞ്ഞവരും, പരസ്പരം ഉപദേശിക്കാൻ കഴിവുള്ളവരും ആണെന്ന കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാകരുത്. നമ്മുടെ ജോലി അതാണ്. അറിവിന്റെ അനുഭവം, അറിവെന്ന് പറയുന്നത് അതാ. ഇന്ന് നമ്മുടെയൊക്കെ പ്രശ്നം അറിവില്ല. നമുക്ക് അറിവ് എന്നത് ആധ്യാത്മികതയിൽ അർത്ഥം അനുഭവം എന്ന. ഇന്ന് അനുഭവങ്ങളില്ല. ഇവിടെ വിശുദ്ധ റെയ്മണ്ടിനെ സംബന്ധിച്ച് തന്റെ ചെറുപ്പകാലം മുതൽ അനുഭവിക്കുന്ന ഈ അനുഭവമാണ് തന്റെ വളർച്ചയിൽ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. ഇന്ന് ചെറുപ്പകാലം മുതൽ ഈ എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുക, നിനക്ക് ലഭിച്ച അറിവ്, ആ അറിവിന്റെ വികലതകളല്ലേ നീയും ഇന്ന് മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. ആ കുറവുകൾ നമ്മളെ വീണ്ടും വീണ്ടും കുറവുകളിലേക്കല്ല നയിക്കുക. ഇവിടെ നമ്മൾ വളരുകയാണോ മുരടിക്കുകയാണോ? ഇന്ന് ആധ്യാത്മികതയിൽ മുരടിപ്പാണ്, ആത്മീയ വളർച്ചയല്ല. അധികാരവും സ്ഥാനമാനങ്ങളും ഒക്കെ ലഭിച്ചു കഴിയുമ്പോൾ ഇതൊക്കെ എല്ലാ കാലവും ഉണ്ടാകുമെന്ന് ഒരു ചിന്തയാണ്. ഒരിക്കല് അഭിമന്യ പള്ളിക്കപ്പറമ്പ് പിതാവ് പറഞ്ഞൊരു വാക്ക് ഞാൻ ഓർക്കുകയാണ്. എന്റെ ദൈവത്തിന്റെ മുൻപിൽ ഞാൻ കണക്ക് കൊടുക്കാൻ സമയമായി. ഞങ്ങള് നേരിട്ട് സംസാരിച്ച സമയത്ത് പറഞ്ഞതാ. ഞാൻ ചോദിച്ചു, അതെന്താ പിതാവേ? എന്നെ പാലാരൂപതയുടെ മെത്രാനാക്കി. ഈ പാലാരൂപതയിൽ താമസിക്കുന്ന നാനാജാതി മതസ്ഥർ, ക്രിസ്ത്യാനികൾ മാത്രമല്ല, ഈ നാനാജാതി മതസ്ഥരെയും ഒരു തിന്മയുടെ പിടിയിൽ വഴുതി വീഴാൻ അനുവദിക്കാതെ അവരെ സംരക്ഷിക്കേണ്ടുന്ന വലിയ ഉത്തരവാദിത്വം കുടികൊണ്ട ഒരു വ്യക്തിയാണ് ഞാൻ.
ഇന്ന് ഈ രൂപതയിൽ ഇവിടെ ജീവിക്കുന്ന, അത് വിജാതീയരായിക്കോട്ടെ സ്വജാതീയരായിക്കോട്ടെ, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു തെറ്റുപറ്റിയാൽ അവർ ദൈവത്തിന്റെ മുൻപിൽ കണക്ക് കൊടുക്കുന്നതിനേക്കാൾ ഉപരി ഞാൻ ദൈവത്തിന്റെ മുന്നിൽ കണക്ക് കൊടുക്കണം. ഒരു വലിയ തിരിച്ചറിവാണ് പിതാവ് പറഞ്ഞത്. ഇവിടെ ഓർക്കണേ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ദൈവത്തിന്റെ മുൻപിൽ ഒരു കണക്ക് കൊടുക്കണം. ആ കണക്ക് കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും ലോകത്തിലേക്ക് വന്നതാ. അവിടുന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ അവിടുത്തെ കൈവെള്ളയിൽ എഴുതി വെച്ചു, സാം, നിന്നെ കുറിച്ചുള്ള എന്റെ പദ്ധതികൾ ഇതാ. നിന്റെ ജീവിതം കൊണ്ട് ഒരു തലമുറയിൽ പെടുന്ന ഇത്രത്തോളം വ്യക്തികളെ നിന്റെ ജീവിത സാക്ഷ്യത്തിലൂടെ, ജീവിത മൂല്യങ്ങളിലൂടെ അവരെ നീ നേടിയെടുത്ത് ഈ വിശുദ്ധ റെയ്മണ്ടിനെ പോലെ, ഈ പൗലോസ്ലീഹയെ പോലെ, പൗലോസ്ലീഹയുടെ മാതൃക പൗലോസ്ലീഹ പറയുന്നത് കണ്ടോ, യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷകന് ആണല്ലോ നമ്മൾ ഓരോരുത്തരും. വിജാതീയരുടെ ബലിവസ്തു സ്വീകാര്യവും എന്ന് പറഞ്ഞാൽ വിജാതീയരാകുന്ന ബലിവസ്തു, ആ ബലിവസ്തുക്കളെ സ്വീകരിച്ച്, ഇവിടെ വിജാതീയരെന്ന് പറയുമ്പോൾ അക്രൈസ്തവ ഹിന്ദുക്കളോ മറ്റ് മതവിഭാഗത്തിലോ പെടുന്നവരല്ല. വിജാതീയരെന്ന് പറഞ്ഞാൽ ദൈവം വിളിച്ച ദൈവവിളിക്ക് അനുസൃതമല്ലാതെ ജീവിക്കുന്ന സകലരും വിജാതീയരാണ്. മാമോദീസ വെള്ളം തലയിൽ വീണു, പള്ളിയുടെ കണക്ക് പുസ്തകത്തിൽ പേരെഴുതിയിട്ടുണ്ട് എന്നതുകൊണ്ട് നമ്മളാരും സ്വജാതീയരല്ല. അപ്പോൾ എന്റെ യഥാർത്ഥ വിശ്വാസ ജീവിതത്തിലൂടെ സാക്ഷ്യവൽക്കരണം നടത്താൻ സാധിക്കാത്ത അവസ്ഥ, ഞാൻ സാക്ഷ്യവൽക്കരണത്തിൽ പോവുക എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ അറിഞ്ഞതും ഞാൻ അനുഭവിച്ചതുമായ മേഖലകൾ അജ്ഞരായ വ്യക്തികൾക്ക് എന്റെ ജീവിതം കൊണ്ട് വെളിപ്പെടുത്തുന്നതാണ് സാക്ഷ്യം. ഈ സാക്ഷ്യമായിരുന്നു വിശുദ്ധ റെയ്മണ്ടിന്റെ ജീവിതത്തില്. അങ്ങനെയെങ്കിൽ ഇവിടെ പൗലോസ്ലീഹ തന്റെ ജീവിത മാതൃക, സകലതും ലാഭമായിരിക്കുന്നത് എന്റെ ഈശോയെ പ്രതി ഞാൻ ഉച്ഛിഷ്ടമായി കരുതുന്നുവെന്ന് പറയാൻ പൗലോസിന് സാധിച്ചെങ്കിൽ അവിടെയൊക്കെ ഇനിമേൽ ഞാനല്ല, എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നതെന്ന് പറയാനുള്ള ആർജവത്വം ഈ വിശുദ്ധ റെയ്മണ്ട് കാണിച്ചതുപോലെ നമുക്കും നമ്മുടെ ജീവിതത്തില് ഇനി വരുന്ന ശിഷ്ടമുള്ള ചുരുക്കനാളുകൾ നമ്മളിലൂടെ എത്രത്തോളം ദൈവത്തിന്റെ മഹത്വത്തെ നമുക്ക് ഉയർത്താം, അതിനുള്ള തീഷ്ണമായ പരിശ്രമം നമുക്ക് ഈ ദിനത്തിൽ ഈ 2 വചനഭാഗം വായിച്ചുകൊണ്ട്, ആരാണ് എന്റെ അമ്മയും സഹോദരങ്ങളും? കർത്താവ് തന്റെ അമ്മയും തന്റെ സഹോദരങ്ങളും നിൽക്കെ അവരോടുകൂടെ കൂടിയാ പറയുന്നത്. എല്ലാം ഇട്ടെറിഞ്ഞ് പിതാവായ ദൈവത്തിന്റെ പദ്ധതിയോട് ആര് യോജിക്കുന്നുവോ അവരാണ് അമ്മയും സഹോദരങ്ങളും. ഈ നല്ല കാഴ്ചപ്പാടോടുകൂടി നമുക്കൊരു നല്ല ജീവിതം നയിക്കുവാൻ ഈ നല്ല ദിവസത്തിൽ വിശുദ്ധ റെയ്മണ്ട് വഴി നമുക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും കൃപയും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിലും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും നിങ്ങളുടെ പ്രവർത്തന മണ്ഡലത്തിലും സമൃദ്ധമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ നാമത്തിൽ പ്രൈസ് ദി ലോർഡ്.